അപ്പൊ നാരീശക്തി പുരസ്കാര ജേതാവ് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരമല്ലേ അത്? അല്ലേ, എന്നാ കിട്ടിയത്? 2018 മാർച്ച് 8 റിസീവ് ചെയ്തു. 2017 നാരീശക്തി പുരസ്കാരമായിരുന്നു മേടിച്ചു. അപ്പൊ ഡൽഹി ഇന്ത്യൻ പ്രസിഡന്റിന്റെ രാംനാഥ് കോവിന്ദിന്റെ മേടിച്ചു. അതിന്റെ സെലക്ഷന്റെ മാനദണ്ഡം? അത് മാനദണ്ഡം എനിക്കറിയത്തില്ലെന്ന് വെച്ചാൽ എന്നെ അവർ തന്നെ സെലക്ട് ചെയ്തതാണ്. അല്ല, എന്നാലും അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാണുമല്ലോ, ഇതൊരു നാരീശക്തിയാണെന്ന് തോന്നാൻ. അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൊണ്ടാണ്. അത് എന്തായിരിക്കും? അതെ, ഞാനൊരു ബേസിക്കലി ഐ എം എ ടീച്ചർ. പത്തനംതിട്ട കാത്തലിക് കോളേജിലെ സുവോളജിയുടെ HOD ആയിരുന്നു. റിട്ടയർഡ് ആയതിനു ശേഷം അതിനു മുമ്പ് 2005 തൊട്ട് സോഷ്യൽ വർക്കാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഞാൻ ഈ നാരീശക്തി പുരസ്കാരം റിസീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ 83 പേർക്ക് വീടില്ലാതെ കുടിലിൽ ഞാൻ ഇപ്പം 375 പേർക്ക്. അത് സ്വന്തം ശമ്പളത്തിൽ നിന്നുള്ള പൈസയാണോ? അങ്ങനെ ശമ്പളം കിട്ടുമോ? അല്ല, അതാണ് ചോദിക്കുന്നത്. ഇത്രയും വീട് വെച്ച് കൊടുക്കാനുള്ള പൈസ എവിടുന്ന്? ഒരു വീട് ഒരാൾ സ്പോൺസർ ചെയ്യുന്നത്, അതായത് ഒരു നേർച്ചയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ വെച്ചിട്ട് തരുന്നതാണ്. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അർഹരായവരിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളവർ, അത്തരം ആൾക്കാർ എനിക്ക് തരുന്ന പൈസ ഞാൻ പിരിക്കത്തില്ല, എനിക്ക് വേറെ ഫണ്ടൊന്നുമില്ല. അപ്പോൾ ഇവർ തരുന്ന, ഇപ്പോൾ സാർ എനിക്ക് തരുക, ഒരു വീടിന് പൈസ തരുക, സാറിൻ്റെ കയ്യിലുള്ളതല്ലേ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തരുന്ന ആ പൈസ കൊണ്ട് ഞാനും എൻ്റെ കൂടെ ഒരാളുകൂട്ടുണ്ട്, ജയലാൽ എന്ന് പറയുന്നത്, നമ്മൾ രണ്ടുപേരും രാവിലെ ഇറങ്ങി ഈ കുറ്റി അടിക്കുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ട് ചെയ്യുന്നത് കൊണ്ട് ആ പൈസ പൂർണ്ണമായിട്ട് ഈ പാവങ്ങളുടെ അരികിലേക്ക് ചെല്ലും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ തന്നെ പണിയിച്ചാലോ വേറെ കോൺട്രാക്ടേഴ്സിനെ വെച്ച് പണിയിപ്പിച്ചാലോ അങ്ങനെ ഒരു നല്ല വീട് കിട്ടത്തില്ല. അതിന് പകരം എനിക്ക് ചെയ്യാവുന്ന, അപ്പം ഈ പൈസ മുടക്കിയ ആൾക്കും സന്തോഷം, കാരണം അവരെ കൊണ്ട് തന്നെ ആ താക്കോൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ അവർ വന്ന് നോക്കുന്നുണ്ടേ അവർ തന്ന തുകയെക്കാട്ടിൽ വർത്തായിട്ടുള്ളൊരു വീട്. അപ്പം അവർക്ക് അതിൽ നിന്ന് സന്തോഷം തോന്നുമ്പോൾ അവർ വേറൊരാളോട് പറയും, ആ ടീച്ചറിൻ്റെ കൊടുക്കാക്കി ടീച്ചർ, അപ്പം ഞങ്ങൾക്ക് പ്രയാസമൊക്കെ ഉണ്ട്, ഒത്തിരി കഷ്ടതയുണ്ട്, ഞാൻ വീട് മാത്രമല്ല ചെയ്യുന്നത്. അല്ല, 9 ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പത്തനംതിട്ട, കൊല്ലം. ലൈഫ് മിഷൻ പോലെ ഇതിന് വല്ല പേര് കിട്ടുന്നുണ്ടോ ഈ പദ്ധതിക്ക്? ഞാൻ അതിന് സ്നേഹഭവനം എന്നേ പറയുന്നത്. എന്റെ സ്നേഹം ഞാൻ അവർക്ക് കൊടുക്കുന്നു. ലൈഫിലെ മിഷൻ ഇത് തന്നെയാണ്. അതായത് വീടില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ നമുക്കെല്ലാം ബേസിക്, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അതായത് ആദ്യത്തെ വീടെന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു പെൺകുട്ടിക്കാണ് ഞാൻ വീട് വെച്ച് കൊടുത്തത്. വീടില്ലാത്തവരാരും, അർഹരായവർ വീടില്ല എന്ന് നമ്മൾ അധ്യാപകരോട് പറയില്ല. പക്ഷേ അതുപോലെ എന്ത് ഇല്ല എന്നുള്ളത് അവർ പറയാതെ ആരും അറിയാതിരിക്കാൻ നോക്കും. പക്ഷേ ഇതിൻ്റെ കൂട്ടുകാരി എന്നോട് പറയുന്നതും ഞാൻ അങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു ചെല്ലുന്ന സമയത്ത് തലേ ദിവസം എൻ്റെ ക്ലാസ്സിൽ MSc ക്ലാസ്സിൽ ഇട്ടുകൊണ്ട് വന്ന ചുരിദാറിൻ്റെ ഷോളാണ് ഈ പെൺകുട്ടി ഒരു വാതിലായിട്ടിട്ടിരുന്നത്. ആ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഒരു കർട്ടൻ പോലെ വാതിലായിട്ടിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ വീട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വീട് ഞാൻ അധ്യാപകരോട് ഒക്കെ പിരിച്ചും പലരോട് ചോദിച്ചൊക്കെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതിനുശേഷം ഞാൻ ആരോടെയും ചോദിച്ചില്ല. കാര്യം തന്നവരാരും നല്ല സന്തോഷത്തിലാണല്ലോ തന്നതും. അതുപോലെ ചിലർ തരാമെന്ന് പറഞ്ഞ് തന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, ഇനി ഒരു വീട് ഒരാൾ ഉള്ളത് മതി. 65,000 രൂപയ്ക്ക് ഞാനൊരു വീട് ഒരു അമ്മച്ചിക്ക് ചെയ്തു, ഒരു ക്യാൻസർ പേഷ്യൻ്റ്, കുറുമ്പ എന്ന് പറയുന്ന സ്ത്രീക്ക്. അപ്പോൾ അങ്ങനെയാണ് അതുപോലെ കൊടയിൽ താമസിച്ച 12 വർഷം ഒരു കസേരയിൽ കൊടയിൽ കൊണ്ട്, അതായത് മേൽക്കൂര എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത, അതിൽ അന്തി ഇറങ്ങിയ സുശീല എന്ന് പറയുന്ന സ്ത്രീ ഉൾപ്പെടെ ഞാനിപ്പം 9 ജില്ലകളിലായിട്ട് 375 വീട് ചെയ്തു. പക്ഷേ ഈ വീട് മാത്രമല്ല, ഇവർക്ക് എല്ലാ മാസവും ഇവരിൽ അർഹരായവർക്ക് കിറ്റ് കൊടുക്കും, അതായത് ഭക്ഷ്യധാന്യ കിറ്റുകൾ. അപ്പോൾ അതും സ്പോൺസർ ചെയ്താണ് തരുന്നത്. അപ്പം എൻ്റെ പൈസയും അതിനകത്ത് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.